തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ശസ്ത്രക്രിയ വീഴ്ച. 2 ശസ്ത്രക്രിയകളിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. കഴിഞ്ഞ ദിവസം അപ്പൻഡിസൈറ്റിസിന് ശസ്ത്രക്രിയ ചെയ്യവേ ആന്തരിക രക്തക്കുഴലുകൾ പൊട്ടി. സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റിനാണ് വീഴ്ച സംഭവിച്ചത്. വിവരങ്ങളുമായി PR പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, അതിഗൗരവകരമായിട്ടുള്ള വീഴ്ച, അനാസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഈ വിവരം പുറത്തേക്ക് അറിഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്നാണ് തൊളിക്കോട് സ്വദേശിയായ 17 വയസ്സുകാരിയെ എമർജൻസി വിഭാഗത്തിൽ അപ്പൻഡിസൈറ്റിസുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് എത്തിച്ചത്. അടിയന്തരമായി ശസ്ത്രക്രിയക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. ലാപ്രോസ്കോപ്പിക് സർജറിയാണ് നടന്നത്. അതായത് തുറന്നുള്ള ശസ്ത്രക്രിയ അല്ല, പകരം ലാപ്രോസ്കോപ്പിക് സർജറി ആയിരുന്നു ചെയ്തത്. ഈ സർജറി ചെയ്യവേ ആന്തരിക രക്തക്കുഴൽ പൊട്ടി. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന, അതായത് സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർക്ക് ഇത് നിയന്ത്രിക്കാനായില്ല. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വാസ്കുലർ സർജനെ എത്തിച്ച് ആദ്യപടി ചികിത്സ നൽകിയ ശേഷം രോഗിയെ, ഈ 17 വയസ്സുകാരിയെ നഗരത്തിൽ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു. ഇന്നാണ് ആ ആശുപത്രിയിൽ നിന്നും ഈ രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും അവർ തിരികെ ജനറൽ ആശുപത്രിയിലേക്ക് വിട്ടത്. ഇതേ ഡോക്ടർക്ക് 2023-ലും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്. അന്ന് 23 വയസ്സുകാരിയായ പെൺകുട്ടിക്കായിരുന്നു അന്ന് സംഭവിച്ചത്. അന്ന് തൈറോയിഡിന് സർജറി ചെയ്യവേ ഈ സെൻട്രൽ ലൈൻ, അതായത് ആ സർജറിയുടെ ഭാഗമായി ചെയ്യേണ്ട ഒരു പ്രൊസീജിയറിനിടയ്ക്ക്, ഒരു പ്രോസസ്സിനിടയ്ക്ക് ഗൈഡ് വയർ എന്ന് പറയുന്ന ഇത് എടുക്കാൻ മറന്നുപോയി എന്നുള്ളതായിരുന്നു. അതിനെ സംബന്ധിച്ചെന്ന് ആഭ്യന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. അതേ ഡോക്ടർക്ക് തന്നെയാണ് സീനിയർ, അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഇതേ ഡോക്ടർക്ക് തന്നെയാണ് വീണ്ടും ഈ ഗുരുതര പിഴവ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ, ഈ 17 വയസ്സുള്ളതും പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ തൊളിക്കോട് സ്വദേശിയായ 17-കാരിയുടെ വീട്ടുകാർ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിച്ചപ്പോഴാണ് ഈ വിവരം വലിയ പ്രശ്നമായി മാറിയത്. എന്തായാലും ഇതിൽ അടിയന്തര അന്വേഷണം നടത്താനാണ് ആശുപത്രിയുടെ തീരുമാനം. ശരി പ്രവീണ.